വയനാട് വെറ്റിനറി സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണ സംഘം കേരളത്തിലെത്തിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ വിജ്ഞാപനത്തിനു പിന്നാലെയാണ് CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? അഖിൽ, ഏതായാലും സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബവും എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഇനി ഏതായാലും CBI സംഘം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിനായി CBI സംഘം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു നിലവിൽ കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. അതേസമയം തന്നെ നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പരമാവധി CBI അന്വേഷണം വൈകിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കഴിഞ്ഞ മാസം 9-ന് സിദ്ധാർത്ഥന്റെ പിതാവും മാതാവും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുകയും CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CBIക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി CBIക്ക് ഈ അന്വേഷണം കൈമാറുന്നതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തെങ്കിലും ഇതിന്റെ നടപടികൾ വൈകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും ഉൾപ്പെടെ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. ജനജീവിയാണ് കഴിഞ്ഞ മാസം 26-ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തുടങ്ങിയത് എന്നത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത്. ഏതായാലും നടപടികൾ വൈകിയതോടുകൂടി സിദ്ധാർത്ഥന്റെ പിതാവ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും ആഭ്യന്തര വകുപ്പിനെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥന്റെ പിതാവ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴും കൃത്യമായ മറുപടികൾ ലഭിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ബന്ധപ്പെടുകയും അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും പിന്നീട് നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും വിജ്ഞാപനം പുറത്തിറങ്ങിയതിനു ശേഷവും എന്തുകൊണ്ട് ഈ നടപടികൾ വൈകുന്നു എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടിയാണ് 26, 27 തീയതികളിലായി ഈ നടപടികൾ പിന്നീട് സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയത്. മാത്രമല്ല 3 ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കൃത്യമായ രേഖകൾ പോലീസ് കൈമാറിയില്ല എന്നതാണ്. ആഭ്യന്തര വകുപ്പിന് കൈമാറേണ്ട രേഖകളുണ്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ, അതുപോലെ തന്നെ പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിന് സംസ്ഥാന പോലീസ് മേധാവി കൈമാറണം. പക്ഷേ അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് പോലും ആ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. പിന്നീട് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ട് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് DGPയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്. അതും ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആരാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയത്, അതായത് സർക്കാർ 9-ന് വിജ്ഞാപനം ഇറക്കിയതിനു ശേഷവും അനിശ്ചിതമായി നടപടിക്രമങ്ങൾ വൈകിയതിന് ആരാണ് ഉത്തരവാദി എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണം ചോദിച്ചതിന് ശേഷമാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും അത് കൈകാര്യം ചെയ്യുന്ന രീതി സർക്കാരിനെ മോശമായി ബാധിച്ചു, സർക്കാരിന്റെ പ്രതിച്ഛായയെ മോശമായി ബാധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലൊന്നും നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അഖിൽ.